നമസ്കാരം. വരണം വരണം വരണം. സാറിനെ അങ്ങോട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ സമയം കിട്ടണ്ടേ. 3-4 സംഘടനകളുടെ സ്ഥിരം പ്രസിഡന്റാ. പിന്നെ പള്ളി പെരുന്നാള്, ഫൈനാൻസ്, ഒന്നും പറയണ്ട. നിൽക്കളില്ലാത്ത ഓട്ടത്തിലാ. ഇരിക്കും. മിസ്റ്റർ മത്തായിയുടെ തിരക്കൊക്കെ ഞങ്ങൾക്കറിയില്ലേ. ഇപ്പോൾ ഞങ്ങൾ വന്നത് ഒരു ഇൻഫർമേഷന് വേണ്ടിയാ. ആണോ? സാറിന് എന്നെ അറിയേണ്ടത്. ഈ മരിച്ചുപോയ ചാക്കോ മേസ്ത്രിയുടെ പ്രോപ്പർട്ടി നിങ്ങളാണോ വാങ്ങിയത്? മരിച്ചതോ? കൊന്നതല്ലേ സാറേ. ക്രൂരമായ കൂട്ടക്കൊല. മനുഷ്യന്റെ ജീവനും സ്വത്തിനും വിലയില്ലാത്ത കാലമാ. എന്ത് നല്ല മനുഷ്യനായിരുന്നു ചാക്കോച്ചായൻ. പള്ളിയിൽ നിന്ന് മാറാൻ നടന്നിരുന്ന കുടുംബമായിരുന്നു. എന്നിട്ടും കർത്താവ് എങ്ങനെ വിധിയാണല്ലോ. സോറി മിസ്റ്റർ മത്തായി, ഞങ്ങൾ ചോദിച്ചതിന് ആൻസർ കിട്ടിയില്ല. സത്യം പറയാലോ സാറേ, ചാക്കോച്ചാന്റെ കാര്യം ഓർത്തപ്പോ ഞാൻ ചോദ്യം അങ്ങ് മറന്നുപോയി. എന്നാ ചോദിച്ചത്? പ്രോപ്പർട്ടി. പുള്ളിയുടെ വീട് സ്ഥലവും എന്നോട് എടുക്കണമെന്ന് പറഞ്ഞ് ചാക്കോച്ചായനും ആ ഇളയ പെണ്ണിന്റെ കാമു എന്ന് പറഞ്ഞ ചെറുക്കനും കൂടി ഇവിടെ വന്നായിരുന്നു. സത്യം പറയാലോ, ചാക്കോച്ചാന്റെ കഷ്ടപ്പാട് കേട്ടപ്പോ ഞാനത് വാങ്ങാമെന്ന് വിചാരിച്ചതാ. രജിസ്ട്രേഷൻ 2 ദിവസം മുമ്പ് പറയാ വില കുറഞ്ഞു പോയി കൂട്ടിത്തരണോന്ന്. എന്നിട്ട് വില കൂട്ടിക്കൊടുത്ത് രജിസ്ട്രേഷൻ നടത്തിയോ? എങ്ങനെ നടത്താനാ? ചാക്കോച്ചായനായതുകൊണ്ട് നിലവിലുള്ള വിലയുടെ 25% വരെ കൂട്ടിത്തരാമെന്ന് ഞാൻ പറഞ്ഞു നോക്കി. അതിൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞ ഞാൻ എന്നാ ചെയ്യാനാ? അത് ശരി. അപ്പൊ ഈ ചാക്കോ വാക്ക് പറഞ്ഞ പാലിക്കാത്ത ആളായിരുന്നു. അല്ല, ചാക്കോച്ചൻ അല്ല, അത് പിന്നെ എല്ലാവരും എന്തെങ്കിലും ദോഷവശം ഉണ്ടായിരിക്കുമല്ലോ. അത് സത്യവാ അല്ലേ സാറേ? മിസ്റ്റർ മത്തായി വാങ്ങിയില്ല പിന്നെ ആരാ പ്രോപ്പർട്ടി വാങ്ങിയെന്നറിയാവോ? അയ്യോ, അതെനിക്കറിയില്ല. അതിനു മുമ്പ് ആ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയില്ലേ ദുഷ്ടന്മാര്. അപ്പൊ മത്തായിക്ക് അതേക്കുറിച്ച് ഒന്നും അറിയില്ല അല്ലേ? അറിയില്ല സാറേ. സാർ, ഈ കൂട്ടക്കൊല നടന്നിട്ട് ഇത്രയും നാളായിട്ട് പ്രതികളെ പിടിക്കാത്തതില് നാട്ടുകാർക്ക് ഭയങ്കര പ്രതിഷേധമുണ്ട്. പ്രതിഷേധിക്കാൻ നാട്ടുകാർക്ക് അവകാശമുണ്ട്. അവർ പ്രതിഷേധിച്ചോട്ട്. കൊല്ലന്റെ ആലയിലെ ഇരുമ്പ് പോലെയാണ് മൂടി വയ്ക്കപ്പെട്ട സത്യങ്ങൾ. ഉലയിലിട്ട് പഴുപ്പിച്ച് ആഞ്ഞടിച്ചാൽ ചാരം മൂടിക്കിടക്കുന്ന ഏത് സത്യവും പുറത്തു വരും. വീണ്ടും കാണാം മിസ്റ്റർ മത്തായി. Yes, SP Devadas here. Yes, sir. വരാം സാർ. തന്നെ വിളിപ്പിച്ചത് വേറൊന്നിനുമല്ല. ആനമണി കൊലക്കേസ് തന്നെ ഏൽപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി വാശി പിടിച്ചപ്പോൾ ഞാൻ കരുതിയത് താൻ ഇവിടെ വന്ന് എന്തോ മാജിക്ക് കാണിക്കുന്ന. അയാൾക്കാണെങ്കിൽ ഇനി മുഖ്യമന്ത്രി കസേര ഒഴിയാൻ അധികം നാളില്ല. വെറുതെ താനായിട്ട് അയാളുടെ മാനം കെടുത്താൻ പോകണ്ട. എവിടം വരെ ആയി ഇതെന്റെ അന്വേഷണം? രാഷ്ട്രീയക്കാരുടെ കയ്യിലെ ചട്ടുകമായി മാറാൻ എനിക്ക് തീരെ താല്പര്യമില്ല സാർ. മുഖ്യമന്ത്രി കസേര ഇനിയിപ്പോ സാറാണെങ്കിൽ പോലും ഇൻവെസ്റ്റിഗേഷന്റെ ചാർജ് എനിക്കാണെങ്കിൽ പിടിക്കപ്പെടുന്ന യഥാർത്ഥ കുറ്റവാളികളായിരിക്കും. അതിന് ചിലപ്പോ അല്പ കാലതാമസം വേണ്ടി വരും. ആ കാലതാമസം സംബന്ധിച്ച് എനിക്കും തനിക്കും മനസ്സിലാവും. പക്ഷെ ജനങ്ങൾക്ക് അതറിയേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ തന്റെ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയായി നടക്കുന്നത്? ജനങ്ങളുടെ പരാതി ദിവസവും കൂടി വരികയില്ലേ? സാർ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുറ്റവാളികൾ നമ്മുടെ നാട്ടിൽ രക്ഷപ്പെടുകയല്ല, രാഷ്ട്രീയക്കാർ അവരെ രക്ഷപ്പെടുത്തുകയാണ്. താൻ അങ്ങനെ രാഷ്ട്രീയക്കാരെ അടച്ചാക്ഷേപിക്കണ്ട. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഞാനോ എന്റെ പാർട്ടിയുടെ പ്രവർത്തകരോ തന്റെ കേസിൽ ഇടപെടുന്ന പ്രശ്നമില്ല. താൻ പറഞ്ഞ കാലതാമസം ഉണ്ടല്ലോ, അതൊന്നും ഒഴിവാക്കണം. എന്നിട്ട് എത്രയും വേഗം പ്രതികളെ കസ്റ്റഡി എടുക്കണം. അതാണ് ആവശ്യം. ഓക്കെ സർ, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. യെസ്. എന്തായിരുന്നു തന്റെ അന്വേഷണമൊക്കെ? സർ, മരിച്ച ചാക്കോയുടെ മൂത്ത മകളുടെ ഭർത്താവിനെയും ഇളയ മകളുടെ കാമുകനെയും ചോദ്യം ചെയ്തു സർ. വേറെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ലേ? നോ സർ, 2 ഫിനാൻഷ്യൽസ് കൂടി ഒബ്സർവേഷനിലാണ്. യെസ് സർ, അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി സർ, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ശരി സർ. മേ കം ഇൻ സർ? യെസ്. എന്തായി സർ? പ്രോപ്പർട്ടി വാങ്ങിയിരിക്കുന്നത് ഐക്യര വർക്ക് ചെയ്യുന്ന ഒരാളാ. ഇടുക്കിയിലൊരു കോൺട്രാക്ടറാ. മാതൃകാ ഫൈനാൻസ് ഉടമ മത്തായിയുടെ പാർട്ട്ണറുവാ. യു മീൻ ബിനാമി? സർ, ബിനാമിയാകാനാണ് സാധ്യത. ഉടനെ തന്നെ ഇടുക്കി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഈ വർക്കിയുടെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാൻ സർ. ഈ ഐക്യര വർക്കിയെ ഒരുത്തനും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അതെ 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 അതെ.
സത്യം പറയടാ, ചാക്കോയും കുടുംബത്തെയും കൊന്നത് നീയല്ലേ? ഞാനല്ല, എനിക്കൊന്നും അറിയില്ല. റാസ്കൽ, പിന്നെ എന്തിനാണ് നീ അപ്പോൾ ഓടി രക്ഷപ്പെടാൻ നോക്കിയത്? അത് ആള് മാറിപ്പോയതാ, സാറുമാരാന്ന് അറിഞ്ഞില്ല. ആ ചാക്കോ മിസ്റ്ററുടെ പ്രോപ്പർട്ടി വിലക്ക് വാങ്ങിയത് നീയല്ലേ? പ്രോപ്പർട്ടി വാങ്ങിയത് ഞാൻ തന്നെ, പക്ഷെ പണം കൊടുത്തത് ഇടപാട് നടത്തിയൊക്കെ മത്തായിച്ചനാ. അതെന്തിനാ അയാൾക്കതിനെ പ്രോപ്പർട്ടി നിന്റെ പേര് വാങ്ങേണ്ട കാര്യം? ഫൈനാൻസിന്റെയും മറ്റും ഇൻകം ടാക്സ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് പല പ്രോപ്പർട്ടികളും മത്തായിച്ചൻ എന്റെ പേരിലാണ് വാങ്ങാറുള്ളത്. പക്ഷെ ഇങ്ങനൊരു പ്രോപ്പർട്ടി മത്തായിച്ചൻ വാങ്ങിച്ചത് ശരിക്കും ചാക്കോച്ചനെ സഹായിക്കാനാ. ആര് എന്ന് ബുദ്ധിമുട്ടും പ്രയാസം പറഞ്ഞാലും അലിവുള്ള മനസ്സാ മത്തായിച്ചൻ്റെത്. നൗഷാദ്, സർ, ഇവനെ വിടണ്ട, ഇവിടെ കിടക്കട്ടെ. സർ.